ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആക്ച്വലി ആദ്യമായിട്ട് ദൃശ്യം സെറ്റിലേക്ക് വന്നതാണ് ഓർക്കുന്നത്. കൈയും കാലൊക്കെ വരച്ച് എങ്ങനെയാണ് പോലീസ് വേഷം ഇടുന്നതെന്നൊക്കെ ആലോചിച്ച് ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഗീതാ പ്രഭാകർ IPS ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ ദൃശ്യം 2 ജോലിയില്ല, പക്ഷെ പുറകിലായിരുന്നു. പിന്നെ അമ്മ ഇപ്പം റാണിയുടെ 2 പെൺകുട്ടികൾ, ഗീതാ പ്രഭാകരൻ്റെ മകൻ, എല്ലാ അമ്മമാർക്കും മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ. ഇക്ക പറഞ്ഞതുപോലെ ഇക്ക എപ്പോഴും കുറച്ചൊക്കെ ജോർജ് ജൂലിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഗീതാ പ്രഭാകരൻ അങ്ങനെ ചിന്തിക്കാൻ, അമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ തെറ്റ് ചെയ്താലും അവരവരുടെ മക്കളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. നമുക്ക് നോക്കാം ദൃശ്യം 3 വരുമ്പം ഗീതാ പ്രഭാകരൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ, അമ്മ അതെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെ. ഒരുപാട് നല്ല മെമ്മറീസാണ് അന്നും ഇന്നും 1, 2, 3ലേക്ക് എത്തുമ്പോൾ. ഒരുപാട് സ്വീറ്റ് മെമ്മറീസ്, ഒരുപാട് പേരോട് കടപ്പാട്. ജിത്തു സാറിനോട്, ലാലേട്ടനോട്, ആൻ്റണി ചേട്ടനോട്, മലയാളി പ്രേക്ഷകരോട് എല്ലാവരോടും കടപ്പാടാണ് ഗീതാ പ്രഭാകറിന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.